നല്ല പുളിയുള്ള പച്ചമാങ്ങ തന്നെ വേണം ഇതിനായിട്ട് എടുക്കാൻ. ഞാൻ എടുത്ത മാങ്ങ കുറച്ച് മഞ്ഞയായി പോയിട്ടുണ്ട്. നിങ്ങൾ നല്ല പച്ചമാങ്ങ തന്നെ എടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മാങ്ങ മുറിക്കുക. നല്ലെണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉലുവ, ജീരകം ചേർത്ത് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് ചേർക്കണം. ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കണം. മാങ്ങ നന്നായി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കണം. പാനി ആക്കണ്ട. എല്ലാ ടേസ്റ്റും എരിവ്, പുളി, മധുരം ഒക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യാനാണ് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെന്ത് കുറുകി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ വെച്ച് തണഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. പുറത്ത് വെച്ചാൽ 2 ദിവസമൊക്കെ കേടുവരാതെ ഇരിക്കും.